പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്ര പുതിയതാണെങ്കിലും പോകുന്ന വഴി അത്ര പുതിയതല്ല. മുമ്പ് ഞാൻ പലതവണ പോയിട്ടുള്ള, ഇതിനു മുമ്പ് വ്ളോഗായിട്ട് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള അച്ചൻകോവിൽ വഴി തമിഴ്നാട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഈ യാത്രയ്ക്കില്ല. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിലെ കാഴ്ചകളായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നതെല്ലാം. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. നമുക്ക് അച്ചൻകോവിൽ കാടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ആനയ്ക്ക് പകരം ആനവണ്ടിയാണ് ഇത്തവണ ആദ്യമായിട്ട് ഞാൻ അച്ചൻകോവിൽ കാടിനുള്ളിൽ കാണുന്നത്. നമ്മുടെ നാട്ടിലുള്ളതുപോലെ അത്രയധികം KSRTC സർവീസുകളൊന്നും ഈ റൂട്ടിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും അച്ചൻകോവിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇവിടുത്തെ ഈ KSRTC സർവീസുകൾ. സാധാരണ ഞാൻ അച്ചൻകോവിലേക്ക് വരുന്നത് പത്തനാപുരം അലിമുക്ക് വഴിയാണ്. പക്ഷേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുനലൂർ വഴിയാണ്. കൊട്ടാരക്കര ഭാഗത്തുനിന്ന് വരുമ്പോൾ നമുക്ക് പല വഴി അച്ചൻകോവിലേക്ക് വരാം. അപ്പോൾ എന്തായാലും പുതിയൊരു വഴി ട്രൈ ചെയ്യാമെന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് ഇത്തവണ പുനലൂർ വഴി തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ വലിയൊരു തിരക്കൊന്നും ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യുന്നില്ല. അതൊരു പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കൊണ്ടായിരിക്കാം. കാട്ടിലാണെങ്കിലും ഈ ഒരു തുടക്ക ഭാഗത്തൊക്കെ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാടിനുള്ളിലേക്ക് പോകുമ്പോൾ അത് മാറുമെന്ന് എന്തായാലും ഉറപ്പാണ്. അച്ചൻകോവിലേക്ക് വരുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള വഴി പരിഗണിച്ചാലും ഇത്രയും ഓപ്പണായി കിടക്കുന്ന മറ്റൊരു സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സ്ഥലത്തിന് വേറെ പ്രത്യേകിച്ച് പേരെന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല. വലിയ വലിയ മരങ്ങളൊന്നുമില്ലാത്ത കാടിനുള്ളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കാത്ത ഒരേ ഒരു സ്ഥലം ഒരുപക്ഷെ ഇതായിരിക്കും. എനിക്കങ്ങനെയാണ് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഭാഗത്തെ റോഡും അത്യാവശ്യം നമ്മൾ നാട്ടിലൂടെയൊക്കെ പോകുന്നൊരു ഫീൽ തരുന്ന റോഡാണ്. വലിയ കുണ്ടും കുഴികളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ക്ലിയർ ആയിട്ടുള്ളൊരു റോഡാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം കുറച്ച് നല്ലൊരു ദൂരം ഈ ഒരു സ്പേസ് ഇങ്ങനെ തന്നെ തുടർന്ന് പോകുന്നുണ്ട്. ഒരുപാട് റബ്ബർ മരങ്ങളും ഇരുവശത്തായിട്ട് നമുക്ക് കാണാം. നേരത്തെ കണ്ട വഴി തുടർന്ന് മുന്നോട്ട് വരുമ്പോൾ ഇതേപോലെ ചെറിയ കുന്നുകളൊക്കെ വലതുവശത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും റബ്ബർ മരങ്ങൾ തന്നെയാണ് ഉള്ളത്. പിന്നെ അവിടേക്ക് മൃഗങ്ങൾ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെൻസിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടം തൊട്ട് മുന്നോട്ട് വരുമ്പോൾ കുന്നുകളിലെല്ലാം നമുക്ക് കൈതച്ചക്കയാവും കാണാൻ സാധിക്കുക. ഈ ഒരു ഏരിയയിൽ മുമ്പാണെങ്കിലും ഞാൻ വന്നപ്പോഴെല്ലാം കൈതച്ചക്ക മാത്രമേ കൃഷി ചെയ്യാൻ കണ്ടിട്ടുള്ളൂ. അത്യാവശ്യം വലിയൊരു ഏരിയ കവർ ചെയ്തുകൊണ്ട് ഇവിടെ കൈതച്ചക്കയുടെ കൃഷി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഇടതുവശത്തായിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ റബ്ബർ മരങ്ങളും. ഈ ഒരു ഭാഗത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കൈതച്ചക്കയുടെ ആ ഒരു കാഴ്ചകളും കൃഷികളും എല്ലാം കണ്ടുകൊണ്ട് പോകാനായിട്ട് ഭയങ്കര രസമാണ്. മുമ്പൊരിക്കൽ ഞാൻ ഈ വഴി വരുമ്പോൾ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഇവിടെ ഒരുപാട് ആനകളുണ്ടായിരുന്നു. അത് കാട്ടാനകളല്ല, തടി പിടിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആനകളായിരുന്നു. അന്ന് ശരിക്കും എനിക്കതൊരു കൗതുകമുള്ള കാഴ്ച തന്നെയായിരുന്നു. അച്ചൻകോവിൽ കാട്ടിലൂടെയുള്ള യാത്ര നമുക്കൊരിക്കലും മടുപ്പ് തോന്നാത്തതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് കാഴ്ചകളിലെ വ്യത്യസ്തത തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മരങ്ങളിലും ആ മരങ്ങൾ അറേഞ്ച് ചെയ്യപ്പെട്ട് നിൽക്കുന്ന രീതിയിലും പ്രകൃതിയാൽ തന്നെ ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യത്യസ്തതയുണ്ട്. മാത്രമല്ല കാലാവസ്ഥയെ പോലും നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മുമ്പ് നമ്മൾ കണ്ട കാഴ്ചകളിൽ നിന്ന് വളരെ ഡിഫറൻ്റാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടുന്നും വളരെ ഡിഫറൻ്റ് ആയിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്ന, ഇനി വരാനിരിക്കുന്ന മറ്റു കാഴ്ചകളും. ഇതെല്ലാം മുന്നോട്ട് യാത്ര ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ മയിലാണ് ഞാൻ ഈ കാട്ടിലൂടെ ഇത്രയും ദൂരം പിന്നെ യാത്ര ചെയ്തിട്ടും ആദ്യമായി ഞാൻ കാണുന്നൊരു ജീവി. മാർച്ച് മാസത്തിലെ ചൂട് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഈ ഒരു ഭാഗത്തെത്തിയപ്പോഴാണ്. ഇതുവരെയും കാടിൻ്റെ ഉള്ളിലൂടെ വന്നപ്പോഴൊന്നും നമുക്കത്രയും ചൂട് ഫീൽ ചെയ്തിട്ടില്ല. ഇടതുവശത്തൂടെ പോകുന്ന ഈ ഒരു ആറിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വേനൽ ചൂട് എത്രമാത്രം കാടിനെ ബാധിച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മൃഗങ്ങളെല്ലാം വെള്ളം കുടിക്കാൻ എത്തുന്ന ഒരു സ്പോട്ടും കൂടിയാണ്. എലിഫൻറ്റ് ക്രോസിംഗ് സോണിൻ്റെ ബോർഡെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ജീവിയെ പോലും കാണാൻ സാധിക്കത്തില്ല. പകൽ അത്രയും ചൂടാണ് ഈ ഒരു കാട്ടിൽ പോലും അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ ഈ വഴി വരുന്ന സമയത്ത് ഇതിനേക്കാൾ വെള്ളമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കാൾ ചൂടാണ് ഈ ഒരു വർഷം അനുഭവപ്പെടുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പച്ചപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടെ ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ കുറച്ചും കൂടെയൊക്കെ വെള്ളമുണ്ട്. വെള്ളമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ പച്ചപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കൂടെ തണലും നമുക്ക് ഈ ഒരു വശത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.
ഒരുപാട് ദൂരം യാത്ര ചെയ്ത ശേഷമാണ് എൻ്റെ എതിരെ ഒരു വാഹനം വരുന്നത്. ഇതുവരെ ഏകദേശം ഞാൻ ഈ കാട്ടിൽ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. റോഡിൻ്റെ വലതുവശത്തായിട്ട് ഇവിടെ എല്ലാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തീ കത്തിച്ചിടുന്നുണ്ട്. നമ്മൾ നേരത്തെ വന്ന വഴിയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വലതുവശത്ത് തീ കത്തിച്ചതിൻ്റെ ചാമ്പലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ 1-2 ദിവസമായിട്ടുണ്ടാവാം. അങ്ങനെ കാട്ടിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് അങ്ങനെ ഞാൻ അച്ചൻകോവിലെത്തിച്ചേർന്നു. നമ്മൾ നേരത്തെ കണ്ട ബസ്സും ഇവിടേക്കാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. അച്ചൻകോവിലിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അച്ചൻകോവിൽ അയ്യപ്പ ക്ഷേത്രമാണ് മുന്നിൽ കാണുന്നത്. നമ്മൾ ആദ്യം യാത്രയുടെ തുടക്കത്തിൽ കണ്ട ആ KSRTC ബസ്സാണ് ഇവിടെ കാണുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ നാളെ എടുത്തിട്ട് ബസ് തിരികെ സ്റ്റാൻഡിലേക്ക് പോകും. ശബരിമല സീസണൊക്കെ ആവുന്ന സമയത്ത് ഇവിടെ നല്ല തിരക്കാണ്. ആ ഒരു സമയത്ത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഭക്തരെയാണ്. പക്ഷേ ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്, അമ്പലത്തിലേക്കായിട്ടും മറ്റാവശ്യങ്ങൾക്കായിട്ടും. കാരണം ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് ദൂരം വളരെ കുറവാണ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണിത്. ഇവിടെ 2-3 മയിലും കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുന്നിൽ കാണുന്ന വണ്ടിയിൽ നിന്ന് അവർ കുപ്പിയിൽ വെള്ളം പുറത്തേക്ക് ഇട്ട് കൊടുത്തു. ശരിക്കും അങ്ങനെ വെള്ളം പുറത്തേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കുപ്പിയിൽ. ഒരുപക്ഷെ ഈ ചൂട് സമയത്ത് ഈ ജീവികൾക്കൊരു സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇട്ടുകൊടുത്തത്. ഇതിൽ 2 മയിലും ശരിക്കും എൻ്റെ അടുത്തേക്കാണ് വന്നത്. അവർക്കങ്ങനെ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. എൻ്റെ അടുത്ത് തന്നെ വന്ന് നോക്കി നിൽപ്പുണ്ടായിരുന്നു. സാധാരണ നമ്മളെ കാണുമ്പോൾ ഓടിപ്പോകാറാണ് പതിവ്. മഴ സമയത്ത് നിങ്ങൾ അച്ചൻകോവിൽ കാട്ടിലൂടെ വരികയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഈ വഴി പോകുന്നത് കാണാൻ ശരിക്കും ഭയങ്കര രസമാണ്. ഇതാണ് ആ വെള്ളച്ചാട്ടത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി. പക്ഷേ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. കാര്യം വേനലായതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളമില്ല. ഇതുമാത്രമല്ല, കുംഭാവുരുട്ടി എന്ന് പറയുന്ന മറ്റൊരു വലിയൊരു വെള്ളച്ചാട്ടം കൂടെ അച്ചൻകോവിൽ കാട്ടിലുണ്ട്. പക്ഷേ വെള്ളമില്ലാത്തതുകൊണ്ട് അതും താൽക്കാലികമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് അച്ചൻകോവിൽ വഴി യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന വഴികളിലൂടെയും കാഴ്ചകളിലൂടെയും അറ്റ്മോസ്ഫിയറിലൂടെയുമാണ് ഇത്രയും നേരം നമ്മൾ യാത്ര ചെയ്തു വന്നത്. എന്നാൽ കാടിൻ്റെ സൗന്ദര്യം കുറച്ചെങ്കിലും പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുന്നത് അച്ചൻകോവിൽ അമ്പലത്തിന് ശേഷം തമിഴ്നാട്ടിലേക്കുള്ള ഈ ഒരു വഴികളിലാണ്. ഇവിടം തൊട്ട് ശരിക്കും നമ്മളൊരു മല കയറിയാണ് പോകുന്നത്. ഇരുവശത്തും ഇടതൂർന്നു നിൽക്കുന്ന വലിയ വലിയ മരങ്ങളെയും നമുക്ക് കാണാൻ പറ്റും. ഹെയർ പിൻ വളവുകൾ പോലെയുള്ള ഒരുപാട് വലിയ വലിയ വളവുകളും തിരിവുകളും കടന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് മൺതിട്ടകളും അവിടെ നിൽക്കുന്ന വലിയ മരങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ വലതുവശത്ത് വലിയ ഗർത്തമാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, വലതുവശത്ത് റോഡിൻ്റെ സൈഡിലായിട്ട് ചുരുക്കം മരങ്ങൾ മാത്രമേ നിൽക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ കാണുന്ന മരങ്ങളെല്ലാം ആ വലിയ ഗർത്തത്തിലാണ് നിൽക്കുന്നത്. ആ മരങ്ങളുടെ എല്ലാം മുകൾ വശമാണ് ശരിക്കും നമ്മൾ കാണുന്നത്. അത്രയും താഴ്ചയുണ്ട് വലതുവശത്തേക്ക്. റോഡിൻ്റെ വീതി വളരെ കുറവാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തിൻ്റെ അവസാനത്തെ ചെക്ക് പോസ്റ്റും കടന്നാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇറക്കം നേരെ ഇറങ്ങി ചെല്ലുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ഒരുപക്ഷെ നമ്മുടെ മുന്നിലായിട്ട് ഇത്രയും മരങ്ങളില്ലായിരുന്നെങ്കിൽ തമിഴ്നാടിൻ്റെ വളരെ ഭംഗിയുള്ളൊരു വ്യൂ ഇവിടം തൊട്ടേ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ ഈ വളവുകളെല്ലാം കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയും ഇത് തന്നെയാണ്. അത്രയും മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഈ ഒരു വഴി ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടം തൊട്ട് തന്നെ തമിഴ്നാടിൻ്റേതായിട്ടുള്ള ഒരു തനതായ രീതിയിലുള്ള അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുവരെ നമ്മൾ കണ്ടും അനുഭവിച്ചും വന്ന കാഴ്ചകളിലെയും കാലാവസ്ഥയിലെയും മാറ്റം തമിഴ്നാട്ടിലേക്ക് നമ്മൾ കടന്നതിൻ്റെ സൂചനയാണ്. ആ ഒരു ചേഞ്ച് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നിൽ തമിഴ്നാടിൻ്റെ ഭംഗി തെളിഞ്ഞു വരുന്നത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് ഈ വഴി വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയതും സന്തോഷപ്പെടുത്തിയതും ഈ ഒരു കാഴ്ചയാണ്. കുന്നുകളും മലകളും നിറഞ്ഞ ഈ കേരളത്തിൽ നിന്ന് പരന്നു കിടക്കുന്ന തമിഴ്നാടിൻ്റെ ഈ ഒരു കാഴ്ച ശരിക്കും കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്.
ഒരുപാട് മരങ്ങളൊന്നും കാഴ്ച മറയ്ക്കാനില്ലാത്തത് കൊണ്ട് തന്നെ മുന്നിലുള്ള കാഴ്ചകളൊക്കെ ഇപ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. മേക്കറെ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ദൂരെയായിട്ട് ഇവിടുത്തെ ഡാം നമുക്ക് കാണാൻ സാധിക്കും. അവിടേക്ക് ഞാൻ പോകുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ എത്ര ക്ലിയറായിട്ട് കാണാൻ സാധിക്കും എന്നെനിക്കറിയില്ല. മുന്നോട്ടിനി കുറച്ച് ഹെയർ പിൻ വളവുകൾ ഇറങ്ങി വേണം നമുക്ക് താഴെ എത്താൻ. താഴെ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാടിൻ്റെ ഗ്രാമീണ ഭംഗിയായിരിക്കും. പിന്നെ തമിഴ്നാട്ടിൽ എത്രമാത്രം ചൂടുണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചേഞ്ചും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഹെയർ പിൻ വളവുകളെല്ലാം ഇറങ്ങി താഴെ എത്തി. അടുത്തടുത്തായിട്ടുള്ള ഒരുപാട് ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെ ഉള്ളത്. ഇടയ്ക്കൊക്കെ ചെറിയ ചായക്കടകളും നമുക്കിവിടെ കാണാം. നമ്മൾ തലയാണയിലും മറ്റും യൂസ് ചെയ്യുന്ന പഞ്ഞിയാണ് ഈ വീണ് കിടക്കുന്നതെല്ലാം. ഇവിടെ അത്യാവശ്യം ഒരു വലിയ ഏരിയയിൽ തന്നെ ഇതിൻ്റെ കൃഷിയുണ്ട്. മുമ്പൊരിക്കൽ വന്ന സമയത്ത് അവരിതിൽ നിന്ന് പഞ്ഞി കളക്ട് ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇവിടെ ആരെയും കാണുന്നില്ല. മലയിറങ്ങി വന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഡാമിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡാമിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. രണ്ടു വശത്തും നെൽകൃഷിയാണുള്ളത്. എനിക്ക് ഒരു തവണ പോലും ആ നെൽകൃഷി ഉള്ള സമയത്ത് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ശരിക്കുമുള്ള സൗന്ദര്യം എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്രയും മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ് ഇത്. നീണ്ടു നിവർന്ന് കിടക്കുന്ന നെൽവയലുകളും ദൂരെയുള്ള ആ മലയുടെ കാഴ്ചകളുമൊക്കെ ശരിക്കും അടിപൊളിയാണ്. അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ഒരു ജനവാസ മേഖലയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇവിടെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് വീടുകളുണ്ട്. ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും എന്തെങ്കിലും തരം കൃഷികളുണ്ട്. അവരുടെ വീട്ടുവളപ്പിൽ ഏതൊക്കെ തരം കൃഷികൾ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആടിനെയും കോഴി ഉൾപ്പെടെ അവർ വളർത്തുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ തെങ്ങുള്ളത് തമിഴ്നാട്ടിലായിരിക്കാം. ഇവിടെ അത്രയധികം തെങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. റോഡിൻ്റെ ഇരുവശങ്ങളും തെങ്ങുകളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഏകദേശം ഡാമിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ദൂരെ ഒരുപാട് വലിയ മലകൾക്ക് മുന്നിലായിട്ട് ഡാം നിൽക്കുന്നത് നമുക്കിപ്പോൾ കാണാം. ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ തൊട്ട് മുന്നിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. അവിടെയെങ്ങും നമ്മളെ തടയാനായിട്ട് ആരുമില്ല. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ പാർക്ക് പോലെയുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഡാമിൻ്റെ തൊട്ട് മുന്നിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. മുമ്പൊരിക്കൽ ഞാൻ വന്ന സമയത്ത് ഈ വഴി നടന്ന് ഡാമിൻ്റെ തൊട്ട് മുന്നിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ആ ഡാമിൻ്റെ മുന്നിലായിട്ട് 3-4 ചെറുപ്പക്കാർ ബൈക്ക് കൊണ്ടുവച്ചിട്ട് ഫോട്ടോസ് എടുക്കുന്നത് കാണാൻ പറ്റും. ഈ വഴി യാത്ര ചെയ്യുന്നതോ അവിടേക്ക് നടന്നു പോകുന്നതോ ഫോട്ടോസ് എടുക്കുന്നതോ ഒന്നും തടയാനായിട്ട് ഇവിടെ ആരുമില്ല. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ഡാമിൻ്റെ ശരിക്കുമുള്ള വലിപ്പം നമുക്ക് മനസ്സിലാവും. അത്രയും നീളത്തിലും പൊക്കത്തിലുമാണ് ഈ ഡാമുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് കാണാൻ വേണ്ടിയൊന്നുമില്ല. പക്ഷേ ആ സ്ത്രീ ആ പശുക്കളെ കൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്തിട്ട് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അത്ര തന്നെയുള്ളൂ ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ ഇറങ്ങിയൊരു യാത്രയാണ് ഇന്നത്തേത്. ഇപ്പോൾ ഞാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് തെങ്കാശിയിലേക്ക് പോകുന്ന വഴിയാണ്. ഈ റോഡ് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് തെന്മലയിലേക്ക് പോകുന്ന വഴി തിരിഞ്ഞ് ഞാൻ പോകും. തിരിച്ച് തെന്മല വഴിയാണ് പോകുന്നത്. ഈ ഒരു ചെറിയ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു യാത്രയായിട്ട് കാണാം. ബൈ.